ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്ന ഒരു അടിപൊളി മുളകിട്ട മീൻകറിയാണ്. കോട്ടയം സ്റ്റൈലിൽ കടുകോ ഉലുവയോ ഒന്നും ചേർത്തിട്ടല്ല ഇതുണ്ടാക്കുന്നത്. ഇഞ്ചി, ചുമന്നുള്ളി, പച്ചമുളകും കരിവേപ്പിലയും ചേർത്താണ് ഇതുണ്ടാക്കുന്നത്. മുളകും മഞ്ഞളും അത് മാത്രമേ ഉള്ളൂ ഇതിനകത്ത്. കുടംപുളിയിലും പിന്നെ വെളിച്ചെണ്ണ ഒഴിക്കും, ഇച്ചിരി പച്ച വെളിച്ചെണ്ണയും കൂടി ചേർത്ത് ഒഴിക്കും. ഇതിനകത്ത് ഇപ്പം വെളിച്ചെണ്ണ ഒഴിച്ച് ഈ ഇട്ടേക്കണ ഇതിനകത്തേക്ക് ഉള്ളിയിലേക്കും ഇഞ്ചിയിലേക്കും പച്ചമുളകിലേക്കും നമ്മൾ ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് അതൊന്ന് വഴറ്റിയെടുക്കും. ആ വഴറ്റാൻ ആവശ്യമായിട്ട് ഒരു ഇച്ചിരി ഉപ്പും കൂടി ചേർത്ത് കൊടുക്കും. അപ്പോൾ വേഗം വഴന്ന് കിട്ടും. അതങ്ങനെ ഒന്ന് വഴന്ന് കിട്ടിക്കഴിയുമ്പോൾ നമുക്ക് അതിനകത്തേക്ക് കുടംപുളി ഇട്ട് കൊടുക്കാം. കുടംപുളി ഇട്ടിട്ട് നമുക്ക് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മാത്രമേ ചേർക്കുന്നുള്ളൂ. ഞാൻ എടുത്തേക്കണ മീൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നങ്ക് എന്ന് ഞങ്ങൾ പറയും. വേറെ എന്തോ പേരുണ്ട്, അതെനിക്ക് അറിഞ്ഞൂടാ. ആ മീനാണ്. അപ്പോൾ അതിൻ്റെ കുറച്ച് കഷ്ണം ഞാൻ വറക്കാനെടുത്ത് മാറ്റിയിട്ട് ബാക്കിയുള്ള കഷ്ണങ്ങളാണ് കറിയായിട്ടുണ്ടാക്കുന്നത്. അപ്പോൾ അതിലേക്ക് ഞാൻ ആവശ്യത്തിനുള്ള മഞ്ഞൾ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു 2 സ്പൂൺ നല്ലോണം നിറച്ച് മുളകിടാം. കാരണം മുളക് മാത്രമല്ലേ ഇതിനകത്തുള്ളൂ. ഇത് കാശ്മീരി മുളക് പൊടിയാണ്, പക്ഷേ എരിവുള്ള മുളക് പൊടിയും കൂടി ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട് ഞാൻ. കാശ്മീരി മുളക് പൊടി എരിവുള്ള മുളക് പൊടിയും കൂടി മിക്സ് ചെയ്ത് വെച്ചേക്കാം മീൻ കറിക്ക് വേണ്ടിയിട്ട്. കാരണം കുറച്ച് എരിവ് വേണം, എന്നാലേ കൊള്ളുള്ളൂ. അപ്പോൾ നമുക്കതിനകത്തേക്ക് ഇനി ആവശ്യം ഒന്ന് മൂത്ത് കഴിയുമ്പോൾ, കരിഞ്ഞു പോകാതെ ഒന്ന് മൂത്ത് കഴിയുമ്പോൾ നമുക്ക് അതിനകത്തേക്ക് ആവശ്യത്തിനുള്ള വെള്ളം വളരെ കുറച്ച് മതി കേട്ടോ. കാരണം ആ മീനിനധികം വേവില്ല. അതിൻ്റെ 2 സൈഡിലും തൊലി പൊളിച്ച് കളഞ്ഞിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് വെന്ത് കിട്ടുന്ന മീനാണ്. അപ്പോൾ അതിനകത്തേക്ക് ആവശ്യത്തിന് ഉപ്പും പുളിയും ആയിക്കഴിഞ്ഞാൽ വെള്ളം തീരെ കുറച്ച് മതി. നല്ലോണം വറ്റി കിട്ടണം, അതാണ് അതിൻ്റെ ഒരു പാകം. നല്ല ചുമന്ന നിറത്തിൽ നല്ലോണം വറ്റി കിട്ടുന്ന കറിയാണിത്. ഇനി നമുക്ക് അതിനകത്തേക്ക് തിളച്ച് വരട്ടെ, നന്നായിട്ട് തിളച്ച് വരട്ടെ. ഉപ്പൊക്കെ ഇട്ടിട്ട് കുറച്ച് കരിവേപ്പില അങ്ങ് ആഡ് ചെയ്ത് കൊടുക്കാം. കരിവേപ്പിലയും കൂടി ആഡ് ചെയ്ത് കൊടുത്ത് കഴിഞ്ഞിട്ട് ആ മീനിനെ നമുക്ക് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഈ മീൻ ഇട്ട് കൊടുത്ത് ചാറൊന്ന് കുറുകാൻ വെക്കണം. മീൻ ആ ഗ്രേവിക്കകത്തേക്ക് ഒന്ന് താത്തി വെക്കണം. അതിൻ്റെ തലവശമൊക്കെ ഇങ്ങനെ ഞാൻ തൊലി പൊളിച്ചപ്പോൾ കുറച്ചും വിട്ട് പോന്നിട്ടുണ്ട് കേട്ടോ. ഇനി ആ ഗ്രേവിയിലേക്ക് അതൊന്ന് താത്തി വെച്ചിട്ട് ഇനി ഇളക്കാൻ പാടില്ല. ഇനി ഇളക്കിയിട്ടുണ്ടെങ്കിൽ എല്ലാം കൂടി പൊടിഞ്ഞു പോകും. തിളച്ച് കഴിഞ്ഞിട്ട് ഇളക്കി കഴിഞ്ഞാൽ പൊടിഞ്ഞു പോകും. പിന്നെ ചിറ്റിക്കാനേ പാടും. അത് കഴിയുമ്പോഴത്തേക്കും നന്നായിട്ട് വറ്റിയിട്ടുണ്ട്. ഇനി ഇത്തിരി കരിവേപ്പിലയും കൂടി ഇട്ട് ഒരു ശകലം പച്ചവെളിച്ചെണ്ണയും കൂടി അതിൻ്റെ മുകളിൽ ഒഴിച്ച് കഴിഞ്ഞാൽ കറി റെഡിയാണ്. ഭയങ്കര ടേസ്റ്റാണ്. നിങ്ങളെല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം. എന്നെ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. എന്നിട്ട് അഭിപ്രായവും പറയണേ. ഓക്കെ, ബായ്.